ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂബർ ഓടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വണ്ടി ഏത് വണ്ടി എടുക്കുന്നതാണ് ബെറ്റർ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ വണ്ടി പുതിയതായിട്ട് എടുത്തതാണ്, വാഗണർ TourH3. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെടുത്തത്, അതേപോലെ തന്നെ ഇതിൻ്റെ EMI എത്ര വരുന്നുണ്ട്, ഡൗൺ പേയ്മെൻറ്റ് ഞാൻ എത്ര കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റോറി ഇട്ട സമയത്താണെങ്കിലും എനിക്ക് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ബ്രോ എന്താണ് ഈ വണ്ടി എടുക്കാൻ കാരണം, ഏത് വണ്ടിയാണ് ബെറ്റർ എന്ന്. അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെ മെസ്സേജും കമൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കണേ കാണാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പോൾ 3 കാറ്റഗറിയിലാണ് വണ്ടികൾ വരുന്നത്: ഹാച്ച് ബാക്ക്, സെഡാൻ, എക്സൽ. അപ്പോൾ ഹാച്ച് ബാക്കിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടോ, സെലേറിയോ, എക്സ്പ്രസോ, അതേപോലെ തന്നെ ഈ വാഗണർ, പിന്നെ മാരുതിയുടെ അല്ലാത്ത വണ്ടികൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സാൻഡ്രോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ യൂബർ അറ്റാച്ച് ചെയ്ത് ഓടുന്ന കാണാം. അപ്പോൾ പിന്നെ സെഡാനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ അതേപോലെയുള്ള വണ്ടികൾ. പിന്നെ എക്സൽ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ അതിൽ നമ്മുടെ എർട്ടിഗ, ഇന്നോവ അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാച്ച് ബാക്കാണ് കൂടുതൽ. ഇപ്പം നമുക്കിവിടെ യൂബർ ലോക്കൽ കിടന്ന് ഓടാനാണെങ്കിൽ ഹാച്ച് ബാക്കാണ് ബെറ്റർ. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഹാച്ച് ബാക്കാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂബർ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കിടന്ന് ചെറിയ ചെറിയ ട്രിപ്പ് എടുക്കുക, അങ്ങനെ ഓടുക, അങ്ങനത്തെ ഒരു ആവശ്യത്തിനാണ് ഞാൻ. പിന്നെ അങ്ങനത്തെ ഒരു ആവശ്യമായിരുന്നു എൻ്റെ പർപ്പസ്. അപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ സെഡാനാണെങ്കിലും ഓട്ടം കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സെഡാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഇൻ്റർസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പാക്കേജ് എടുക്കുന്നവരാണെങ്കിൽ പാക്കേജ് ഓടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാനാണെങ്കിൽ സെഡാൻ നല്ലതാണ്. ഈ സ്വിഫ്റ്റ് ഡിസയർ പോലെയുള്ള വണ്ടികളൊക്കെ ചിലർ അങ്ങനെയുള്ള വണ്ടികൾ നോക്കി സെലക്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ സെഡാൻ ആണെങ്കിൽ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി യൂബർ ഗോനേക്കാളും റേറ്റ് കൂടുതൽ കിട്ടും. അതിൽ തന്നെ സെഡാൻ ബുക്ക് ചെയ്യണവരുണ്ടാവും. പിന്നെ സെഡാൻ ആകുമ്പോഴത്തേക്കും സെഡാനും യൂബർ ഗോയും ഓൺ ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡിസയർ ആയിരിക്കണമെന്നാണെങ്കിൽ കയ്യിൽ എനിക്കിപ്പോൾ യൂബർ ഗോയും സെഡാൻ്റെ അതും ഓൺ ആക്കി ഇടാൻ പറ്റും. പിന്നെ യൂബർ പ്രീമിയം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അതും ഓൺ ചെയ്തിടാൻ പറ്റും. അപ്പോൾ സെഡാൻ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഗോയിലിൻ്റെ ട്രിപ്പും സെഡാൻ്റെ ട്രിപ്പും രണ്ടും ഓൺ ചെയ്തിട്ടാണ് കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ ലോങ് ട്രിപ്പൊക്കെ യൂബറിൽ അതടിക്കാൻ നേരത്ത് നമുക്ക് ഒറ്റയടിക്ക് ഇൻ്റർസിറ്റി ഒക്കെ കിട്ടുമെന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഗോയിൽ ട്രിപ്പ് കിട്ടൂലെന്ന് പറയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ വാഗണറിലാണെങ്കിലും ഇൻ്റർസിറ്റി ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNG വെഹിക്കിൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡിസയർ എടുക്കണതിൽ ഒരു അർത്ഥമില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയേക്കണത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് അതിൽ. എനിക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസയറിൻ്റെ ബാക്ക് ഡിക്കി സ്പേസ് കുറച്ചിങ്ങനെ ബാക്കിലേക്ക് നീണ്ടിരിക്കണോണ്ടിട്ട് നമ്മുടെ CNG ടാങ്ക് വരുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് ലഗേജ് ബാഗ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് വേറെ ഒരു ഉപകാരമില്ല. പക്ഷേ ഇതിലെന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ കുത്തനെ വരുന്നതുകൊണ്ടിട്ട് അതിൻ്റെ ഈ ഒരു സാധനം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബോക്സ് ആണെങ്കിലും സിമ്പിളായിട്ട് വെക്കാം. അതേപോലെ തന്നെ എൻ്റെ എക്സ്പ്രസോയിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ സെലേറിയയിലാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഡിസയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ CNG അല്ലാത്ത വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കാരിയർ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഫൈൻ അടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ എക്സലിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ എക്സലിൽ ഇപ്പോൾ ഓടുന്നവരുണ്ട്, നല്ല രീതിക്ക് ഏൺ ചെയ്ത് ഓടുന്നവരുണ്ട്. എനിക്ക് അത്ര കൃത്യമായിട്ട് എക്സലിൻ്റെ കാര്യങ്ങൾ അറിയില്ല, എന്നാലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുപറ ഗോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ടിരിക്കാം. പക്ഷേ എക്സൽ എന്ന് പറയാൻ നേരത്ത് നമുക്ക് അങ്ങനെ ചെറുപറ ട്രിപ്പുകൾ കിട്ടില്ല. പക്ഷെ കിട്ടുന്ന ട്രിപ്പിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു എമൗണ്ട് കയറും. ഇപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന എമൗണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒറ്റ ട്രിപ്പിൽ കിട്ടും. പിന്നെ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത് ഇപ്പോൾ ഈ സെഡാൻ്റെ ഓപ്ഷനും ഈ യൂബർ ഗോയും എക്സലും മൂന്നിതും ഓണാക്കി ഇടാൻ പറ്റും അതിൽ, മനസ്സിലായോ? അപ്പോൾ അതിൽ പക്ഷേ നമ്മളിപ്പോൾ യൂബർ ഗോയുടെ റേറ്റൊക്കെ എക്സലൊക്കെ ഓൺ ചെയ്തിട്ട് എർട്ടിഗയിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല മുതലാവുന്നു, വൻ നഷ്ടമായിരിക്കും ചിലപ്പോൾ. അതേപോലെ തന്നെ സെഡാൻ്റെ അതിലും അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ മൂന്നിലും റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ നേരത്താണെങ്കിലും കാണാൻ പറ്റും, ഗോ അങ്ങനെ കാണാൻ പറ്റും.
ഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ വണ്ടി. അതിൽ ഓൾട്ടോ, വാഗനർ, എക്സ്പ്രസോ, സെലേറിയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളാണ് ഗോയിൽ വരുന്നത്. അപ്പോൾ എക്സൽ ഈ സംഭവമൊക്കെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിസ്സാര പൈസ നമുക്ക് കിട്ടണ ഈ ഒരു 10 കിലോമീറ്റർ 200 രൂപ 150 രൂപയൊക്കെ കിട്ടണത് നമുക്ക് ആ വണ്ടിയിൽ ഓടിയിട്ട് എങ്ങനെ വന്നാലും മുതലാവില്ല. അപ്പോൾ പിന്നെ ആ വണ്ടി എടുക്കണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ പാക്കേജും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ട് വേറെ എന്തെങ്കിലും ഓട്ടം ഉണ്ടായിട്ട് അങ്ങനെ ഉള്ളവരാണെങ്കിൽ അതെടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷനാണ്. കാരണം അപ്പോൾ അവർക്ക് ആ ഓട്ടം ഓടുകയും ചെയ്യാം. പിന്നെ ഫ്രീ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പാക്കേജ് ഓടുന്നവരാണെങ്കിലും പാക്കേജ് ഇല്ലാത്ത ടൈമിന് യൂബർ ഓൺ ചെയ്തിട്ടിട്ട് ഇത് ഓടാം. ഇതിലിപ്പോൾ എക്സലിൽ ഓട്ടം കിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പോലെ ഇങ്ങനെ പെട്ടെന്ന് ട്രിപ്പ് കിട്ടൽ ഉണ്ടാവില്ല. കാരണം ഒരു 6 പേര് 5 പേരൊക്കെ ഉള്ളപ്പോഴായിരിക്കും ഈ വണ്ടി ബുക്ക് ചെയ്യണത് കൂടുതൽ. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാനാണെങ്കിൽ കൂടി നമ്മുടെ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു ട്രിപ്പ് കിട്ടണതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ഇതുണ്ട് അതിൽ. പിന്നെ പറയാനാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ എക്സ്പ്രസോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എക്സ്പ്രസോ ആണെങ്കിലും ബാക്കിൽ ഒരു വലിയ ബോക്സ് എയർപോർട്ടൊക്കെ പോകാൻ നേരത്ത് വലിയൊരു ലഗേജ് നമുക്ക് ഇരിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ കുറച്ച് ബാക്കോട്ട് ഇറക്കിയിട്ട് കഴിയാൻ നേരത്ത് ഇവിടെ ഒരു ഫുൾ വലിയൊരു ബോക്സ് ഇരിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ വാഗനർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈസിയാണ്. ഒരു ട്രേ മേടിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൽ സിമ്പിളായിട്ട് നമുക്ക് എയർപോർട്ട് ട്രിപ്പും അത്യാവശ്യം ലഗേജ് വലിയ ബാഗ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വണ്ടി ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. മഴയൊക്കെ ആയിട്ട് കുറച്ച് അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കണമായിരുന്നു, കഴുകിയൊക്കെ ഇട്ടേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കാനാണെങ്കിൽ ഇതാ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഈ സാധനം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് കിട്ടും. ഒരു ഫുൾ ബോക്സ് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും കുത്തനെ. പിന്നെ ഇവിടെ ഒരു ട്രേ ഇടാൻ പറ്റും. അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇത്രയും ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുമെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനം എടുത്ത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇതേണ്ട ഇത്രയും സ്പേസ് ഉണ്ട്. ഡിസൈർ ആകുമ്പോഴത്തേക്കും ഇത്രയുള്ള ഒരു ടാങ്ക് ഇതിങ്ങനെ ചാടി നിന്ന് കഴിയാൻ നേരത്ത് ഈ ഒരു ടാങ്ക് ഇവിടെ വന്നു കഴിയാൻ നേരത്ത് പിന്നെ അതിൻ്റെ മേളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു യൂസും ഇല്ലാത്ത പോലെ ആയിരിക്കും. കാര്യം ഡിക്കി സ്പേസ് തന്നെയാണ് ഇതിൻ്റെ. പിന്നെ ഇൻറ്റീരിയറൊക്കെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ക്രീം കളറിൽ വന്നിട്ട് സീറ്റും ക്രീം കളറിൽ വന്നിട്ട് ആണ് വന്നേക്കണം. ചെറിയൊരു സ്റ്റീരിയോ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ താഴത്ത് ഞാൻ എക്സ്പ്രസോയിൽ ഇവിടെയൊക്കെ ലഗേജ് വെച്ചിട്ട് പോകാറുണ്ട്. ഇവിടെ ഒരു ഈ ഗ്യാപ്പിൽ നമ്മുടെ എക്സ്പ്രസോയിലാണെങ്കിൽ ഒരു ഫുൾ വലിയ ബോക്സില്ലേ, അതായത് ട്രോളി ബാഗിലെ ഏറ്റവും വലിയ ബോക്സ് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ 2 കസ്റ്റമറൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ബാക്കിൽ വെച്ചില്ലെങ്കിലും അവിടെ വെച്ചിട്ട് അവരോട് ബാക്കിൽ ഇരിക്കാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ബാക്കിൽ നോക്കാനാണെങ്കിലും അത്യാവശ്യം ഒരു 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. അത്യാവശ്യം സ്ഥലമുണ്ട്. എക്സ്പ്രസോനേക്കാളും കമ്പയർ ചെയ്യാൻ നേരത്ത് കുറച്ച് ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം സ്പേസും ഉണ്ട്. പിന്നെ ഞാൻ മാറ്റി എടുത്തിട്ടില്ല. പിന്നെ ഈ സാധനം ഈ വിനേഗർ അത് മാറ്റിന് പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞാൽ അത് അടിപ്പിച്ചതാണ്. പിന്നെ ഒരു മാറ്റ് മേടിക്കണം. തൽക്കാലം ഞാൻ വീട്ടിൽ ഇരുന്ന് വെച്ചൊരു സാധനം കട്ട് ചെയ്തിട്ടേക്കാണ്. ഞാൻ ഓടാനും തുടങ്ങിയിട്ടില്ല, പെർമിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പിന്നെ ഇരിക്കണവർക്കാണെങ്കിലും നല്ല സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കുക. ഇതാണ് എനിക്കാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ നേരത്താണെങ്കിലും നല്ല സുഖമാണ്. അതുപോലെ തന്നെ ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം ഹൈറ്റ് നോക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഒരാഴ്ച ആവണേ ഉള്ളു, അധികം ഓടിച്ചിട്ടും ഇല്ല വണ്ടി. ഒരു എത്ര 557 കിലോമീറ്ററാണ് ഞാൻ ഓടിച്ചേക്കണത്. 557 കിലോമീറ്ററാണ് നമ്മൾ ഡ്രൈവ് ചെയ്തേക്കണ വണ്ടി. അപ്പോൾ എനിക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ എക്സ്പ്രസോ ഇതും വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ
കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, കുറച്ചും കൂടി സൗകര്യമുണ്ട്. ബാക്കിലാണെങ്കിലും 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അതിനും ആ എക്സ്പ്രസോക്കും ഭയങ്കര സൗകര്യം കുറവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ആ വണ്ടി ഇപ്പൊ നിലവിലില്ല, ഞാൻ ആ വണ്ടി റെന്റ് വിട്ടേക്കാണ്. അപ്പോ അല്ലെന്നാണെങ്കിൽ ഞാൻ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാറുണ്ട്. അതിലാണെങ്കിലും ബാക്കിലൊരു ലഗേജ് വലിയൊരു ട്രോളി ബാഗ് ഇരിക്കുമായിരുന്നു, ഞാൻ വെച്ച് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് സീറ്റിൽ അവിടെയും ഒരു വലിയ ബാഗ് കറക്റ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വെച്ച് കൊണ്ടുപോകാറുണ്ടായത് ആ വണ്ടിയിലും. അപ്പോ അതാവുമ്പോ ഇതില് ഞാൻ പറഞ്ഞ ഒരു മാട്രേയും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുവരെ ഓടാൻ തുടങ്ങിയിട്ടില്ല. പെർമിറ്റ് എനിക്ക് നാളെ കിട്ടുള്ളൂ പറഞ്ഞേക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള ആപ്സിലൊക്കെ ഇത് വണ്ടി പെർമിറ്റും കൂടി കിട്ടിയാലേ അറ്റാച്ച് ചെയ്തിട്ട് ഓടാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 രൂപയാണ് കൊടുത്തേക്കണത്. വണ്ടിക്ക് ടോട്ടലി ഓൺ റോഡ് വന്നേക്കണത് 7 ലക്ഷം രൂപയാണ്, ഡിസ്കൗണ്ട് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് CNG. അപ്പോൾ പിന്നെ ഇതിൽ എക്സ്ട്രാ ചെയ്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ വീൽ കപ്പ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു 16 രൂപ വെച്ചിട്ടാണ് EMI വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡൗൺ കൊടുക്കാനുണ്ടായിരുന്നു വെച്ചെങ്കിൽ ഒരു 2 രൂപ കൊടുത്തെങ്കിൽ കുറച്ചും കൂടി EMI കുറഞ്ഞാൽ 48 മാസത്തേക്കാണ് EMI വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ മാറ്റ് പോലും ഇപ്പോൾ മേടിക്കാട്ടിട്ടേക്കണത്. കാരണം കുറച്ച് പൈസ കുറച്ച് ടൈറ്റ് ആയിട്ട് ആണ് ഞാൻ ഈ വണ്ടി ഇറക്കിയേക്കണം. അപ്പോൾ ഇനി സീറ്റ് കവർ അടിക്കണം. ഈ ക്രീം കളർ ആയതുകൊണ്ടിട്ട് തന്നെ സീറ്റ് കവർ എനിക്ക് അടിക്കണം, അത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഒരു മാറ്റ് മേടിക്കണം. പിന്നെ ബാക്കിലെ ട്രേ ഞാൻ അത് ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതാവും. അത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കേടാ. ഇതുപോലെ ആ ഒരു ട്രേ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വീല് പൊങ്ങിയിരിക്കുമെന്നാണ് നമുക്ക് സിമ്പിളായിട്ടത് യൂസ് ചെയ്യാൻ. കേട്ടോ, ആ ടയറിൻ്റെ അവിടെ ഭാഗം മാത്രം കുറച്ചിങ്ങനെ പൊങ്ങിയിരിക്കുമെന്നുള്ളു. മര്യാദക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. ഡിസൈർ ആകുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടിരിക്കണോണ്ടിട്ട് തന്നെ ബാക്കിങ് ചാടിക്കണോണ്ടിട്ട് നമ്മുടെ CNG ടാങ്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നേരത്ത് നമുക്ക് അതിൽ ഒന്നും വലുതായിട്ടൊന്നും ലഗേജ്, അതായത് ഇതേപോലെ ട്രോളി ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. കൂടുതലും ഡിസൈർ നമ്മുടെ ഇതിൽ എയർപോർട്ടൊക്കെ ബുക്കിംഗ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ശരിക്കും പറഞ്ഞാൽ ലഗേജിൻ്റെ ആയിട്ട് ഡിക്കി സ്പേസും കൂടി കണ്ടിട്ടായിരിക്കും നമ്മൾ ആ വണ്ടി ബുക്ക് ചെയ്യണത്, ഇതിലും റേറ്റ് കൂടുതലായതുകൊണ്ടിട്ട്. അപ്പോൾ അവിടെ ചെല്ല് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അവരായിട്ട് നമ്മൾ അതും പറഞ്ഞ് സംസാരിക്കേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല. നമ്മൾ ചെറിയ വണ്ടിയാണ് അവർ ബുക്ക് ചെയ്തേക്കുന്നത്, എന്നാലും നമുക്ക് അതിൽ കൂടുതൽ സാധനങ്ങൾ അതിൽ കയറ്റാൻ പറ്റും. പിന്നെ കാരിയർ യൂസ് ചെയ്ത് ഓടുന്നുണ്ട് കുറേ പേര്, പക്ഷെ അത് ഫൈൻ അടിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതപ്പോൾ എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ബെറ്റർ വണ്ടി ഏതാന്ന് പറയാനാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ അഭിപ്രായത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പലർക്കും പല അഭിപ്രായമായിരിക്കും, പലർക്കും പല പർപ്പസ് ആയിരിക്കും. കാരണം ഇപ്പോൾ എർട്ടിക എടുക്കാൻ പാക്കേജ് അങ്ങനെയുള്ള വേറെ പേഴ്സണൽ ട്രിപ്പ്, അത്യാവശ്യം വലിയ ട്രിപ്പൊക്കെ കിട്ടുന്നവരാണെങ്കിൽ എർട്ടിക നല്ല ഓപ്ഷനാണ്, നല്ല വണ്ടിയാണ്, 7 പേർക്ക് യാത്ര ചെയ്യാം. പിന്നെ യൂബർ ഗോ, അതേപോലെ തന്നെ എൻ്റെ ഓപ്ഷൻ എല്ലാ 3 ഇതും എക്സലും ഓൺ ചെയ്തിട്ടിട്ട് ഓടാൻ പറ്റും. പിന്നെ അതേപോലെ ഡിസൈർ ആണെങ്കിലും ഡിസൈർ നല്ല വണ്ടിയാണ്. ഇങ്ങനെ ഇന്റർസിറ്റിയും പാക്കേജൊക്കെ ഓടുന്നവർ കൂടുതൽ ആ വണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ കൊച്ചിയിൽ തന്നെയാണെങ്കിലും സെഡാൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ഒരു 4000 രൂപയ്ക്കൊക്കെ ഓടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അപ്പോൾ കാരണം സെഡാന് ഇന്റർസിറ്റി ട്രിപ്പുകൾ കുറെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ പാക്കേജും പുറത്തേക്കുള്ള ഓട്ടങ്ങളൊക്കെ എടുക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ സ്വിഫ്റ്റ് ഡിസയർ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് യൂബർ ഓടി ഇവിടെ തന്നെ കിടന്ന് ഓടാനും പിന്നെ അത്യാവശ്യം ഇന്റർസിറ്റി ഒക്കെ കിട്ടുകയും ചെയ്യാറുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലഗേജ് സ്പേസും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എടുക്കാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വാഗനർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഓൾട്ടോയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓൾട്ടോ കുറച്ചും കൂടി ചെറിയ വണ്ടിയാണ്. ഓൾട്ടോയും അത്യാവശ്യം നല്ല വണ്ടിയാണ്. നമുക്കിപ്പോൾ ഇവിടെ സിറ്റിയിൽ കിടന്ന് യൂബർ ഓടാനായിട്ടാണെങ്കിൽ ഓൾട്ടോ ഈ വണ്ടിക്ക് കിട്ടണ സെയിം ഓട്ടം തന്നെ ഓൾട്ടോക്കും കിട്ടും, എക്സ്പ്രസോക്കും കിട്ടും, സെല്ലേറിയക്കും കിട്ടും, എല്ലാത്തിനും കിട്ടും. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്നും എൻ്റെ ഒരു കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയണ ആണ് ഇത്. അപ്പോൾ അത് പിന്നെ ഞാനിതെടുക്കാൻ കാരണം എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് റോഡിലായിട്ട് നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് വാഗനറാണ് ഇറങ്ങുന്നത്. അപ്പോൾ
ബെറ്റർ ഓപ്ഷൻ ഇതായതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും വാഗണർ ഇറങ്ങണതും. പിന്നെ ഇപ്പോൾ ഷോറൂമിൽ നിന്നാണെങ്കിലും മെയിനായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടോ X1 പിന്നെ ഈ വാഗണർ H3 പിന്നെ ഡിസയറിൻ്റെ ടൂർ, അതേപോലെ തന്നെ നമ്മുടെ എർട്ടിക ടൂർ മോഡൽസാണ് കൊടുക്കുന്നത്. നേരത്തെ പോലെ എക്സ്പ്രസോ അങ്ങനെ ഉള്ള വണ്ടികളൊന്നും ടാക്സി ആക്കി ഇപ്പോൾ കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്രയൊക്കെയുള്ളു പറയാനായിട്ട്. അപ്പോൾ ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്, ഓടാൻ തുടങ്ങിയിട്ടില്ല. എന്താവും, EMI ഒക്കെ അടക്കണം, എന്തായാലും നല്ല രീതിക്ക് ഓടണം എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കണേ. അപ്പോൾ അത്രയൊക്കെയുള്ളു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അറിവിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ്, പോരായ്മകളുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഇനിയും ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ടൊക്കെ കാണാം. ബൈ.